നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ലോകം മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എന്തിന് മനുഷ്യനായി? ദൈവം എന്തിനാണ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത്? ഇന്ന് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് കേവലം മനുഷ്യനായി തീരുവാൻ എന്തുകൊണ്ട് ദൈവം അപ്രകാരം ഇടയാക്കി തീർത്തു എന്ന ഒരു ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഏതാനും ചില ചിന്തകൾ ഇന്ന് നാം ചിന്തിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിന് നാം ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങളിലൊക്കെയും മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, എന്തിനു വേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു. ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 78-79 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തു നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഉയരത്തു നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചതാണ് ഈ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനം. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് കാലഘട്ടത്തിൽ ചോദിക്കേണ്ടുന്നതും ചോദിക്കുന്നതുമായ ഒരു ചോദ്യമാണ്, എന്തിനാണ് മനുഷ്യനായി ദൈവം ഭൂജാതനായത്? ഈ ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചിന്തകളിലൂടെ ആഗ്രഹിക്കുക. ഒന്നാമതായി, രക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത്. രക്ഷയില്ലാത്ത മനുഷ്യന് ഒരു രക്ഷകൻ അനിവാര്യമാണ്. രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവനെ ആഴമായ കയത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മറ്റൊരു രക്ഷകൻ, പാപത്തിന്റെ ചെളിയിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ അവിടെ നിന്നും കയറ്റി മുകളിലേക്ക് കൊണ്ടുവരുവാൻ ഒരു രക്ഷകൻ അനിവാര്യമാണ്, അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ രക്ഷകൻ എന്ന വാക്ക് ക്രിസ്തു, യേശുവിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. യേശുവിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. രക്ഷകന് രാമലിംഗം പിള്ള എന്ന പണ്ഡിതനായ മനുഷ്യൻ കൊടുക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: സേവ്യർ എന്ന പദത്തിന് രക്ഷകൻ, രക്ഷിതാവ്, പ്രാണദാതാവ് സമം യേശു ക്രിസ്തു. അദ്ദേഹം കൊടുത്ത നിർവചനം അതാണ്. രക്ഷകൻ സമം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു രക്ഷകനാണെന്ന് അദ്ദേഹം അംഗീകരിക്കുകയാണ്. അദ്ദേഹം അംഗീകരിക്കുക മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് മനുഷ്യനും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്, രക്ഷകൻ ക്രിസ്തു മാത്രമാണ്. രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട് എങ്കിൽ അത് രക്ഷകനാണ്, അവൻ രക്ഷിതാവാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് ക്രിസ്തു മാത്രമാണ്. പാപം കൂടാതെ ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഒരുവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുള്ളൂ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ പാപം കൂടാതെ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായത് ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു പാപം കൂടാതെ ഭൂജാതനായതുകൊണ്ട് അവന്റെ രക്തത്താൽ നമുക്ക് വിമോചനം സാധ്യമായി. രക്ഷ സമ്പാദിച്ചു നൽകിയത് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയിലൂടെയാണ്. പ്രിയമുള്ളവരെ, രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന വസ്തുത ഈ ഭാഗത്ത് ഞാൻ വളരെ ശക്തമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, ദൈവം മനുഷ്യനായി തീർന്നത് എന്തിനാണ്? ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് വിച്ഛേദിച്ചു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ, മനുഷ്യനുമായുള്ള ബന്ധം കൂട്ടിയിണക്കുന്നതിന് വേണ്ടിയാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വിച്ഛേദിക്കപ്പെട്ടു പോയ
നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാൻ, ഭൂമിയിലേക്ക് നൽകുവാൻ ദൈവം പ്രസാദിച്ചത്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പരിണിത ഫലമായി അവൻ്റെ ജീവിതത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ദൈവത്തോടും ഉള്ള ബന്ധത്തെ വിച്ഛേദിക്കുകയും ചെയ്തു. അങ്ങനെ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കൂട്ടിയിണക്കുവാൻ വേണ്ടി, പരമയാഗമായി തീരുന്നതിന് വേണ്ടി കാൽവരിയിലേക്ക് ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴുക്കുവാനായിട്ട് യേശു ക്രിസ്തു ഇവിടെ പൂജാതനായി തീർന്നതാണ്. അതുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം കൂട്ടിയിണക്കുന്നതിന് വേണ്ടി വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുവാൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന് ജീവൻ നൽകുവാൻ, നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പൂജാതനായി തീർന്നു. മൂന്നാമതായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പൂജാതനായി തീർന്നത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോകത്തിൽ ഒരിടത്തും സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, കുടുംബങ്ങളിൽ സമാധാനമില്ല, വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല, സഭകളിൽ, സമൂഹങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഈ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ താണിറങ്ങി വരുന്നതിൻ്റെ പിന്നിൽ തൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ, വേദപുസ്തകത്തില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുന്നത് സമാധാന പ്രഭു എന്നാണ്. ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന നിർവചനം, കടന്നു വരുന്ന രാജാവ് സമാധാന പ്രഭുവാണ്, വരാൻ പോകുന്ന മെശിഹ സമാധാന പ്രഭുവാണ്. ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിന സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള സമാധാനം, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, സമാധാനത്തിൽ മറ്റുള്ളവരോട് ഇടപെടുവാൻ നമുക്ക് കഴിയണം. 5:9 പറയുന്ന പ്രകാരം സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാന്മാർ എന്നാണ്. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, നഷ്ടപ്പെടുത്തുന്നവരല്ല. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം ഒരു ക്ഷണികമാണ്, ഒരല്പകാലത്തേക്കുള്ള ജീവിതമാണ്. ഈ ജീവിതയാത്രയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മതിമറന്ന്, ഒരുപക്ഷെ അർത്ഥം മറന്ന് ആഘോഷിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മധ്യയിൽ അർത്ഥം തിരിച്ചറിഞ്ഞ് സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ക്രിസ്തുമസ് ഇന്ന് ലോകത്തിൽ പ്രകടനങ്ങളും പ്രഹസനങ്ങളുമായി മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. പുൽക്കൂടുകളിൽ മാത്രം യേശുക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളിൽ, സ്റ്റാറുകളിൽ ഒക്കെ ഒതുക്കിക്കൂട്ടുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ജനിപ്പിക്കുവാൻ, ഹൃദയത്തിൽ ജന്മം കൊടുക്കുവാൻ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ക്രിസ്തുവിൻ്റെ ജനനം അർത്ഥവത്തായി നാം അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.